അങ്ങനെ ഞങ്ങൾ ചെന്നൈയിലോട്ട് പോവുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ചെന്നൈ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അബാക്കസിൻ്റെ എക്സാമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അമ്മയില്ല, പകരം ഞങ്ങൾ 4 പേരുമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് 10:15 നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഊബർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ വയ്ക്കുകയാണ്. വച്ചതിന് ശേഷം നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ലഗേജൊക്കെ ഉണ്ട്, കാരണം കുട്ടികളുടെ തന്നെ 1-2 പേരുടെ തന്നെ ഒരുപാട് ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ വ്ളോഗിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം എന്തായാലും നമ്മൾ ഫുള്ള് ഈ അബാക്കസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ ബാക്കി ദിവസങ്ങളിലായിരിക്കും നമ്മൾ അവിടെ കറങ്ങുന്നത്, ചെന്നൈയൊക്കെ ഒന്ന് കാണുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കവർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലെത്തി ഇനി നമ്മൾ നേരെ ലഗേജൊക്കെ കൊടുത്തിട്ട് നമ്മൾ കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൺ നമുക്ക് ആ ഒരു ചെക്കിങ് സമയത്ത് നമുക്ക് ഫോൺ അവിടെ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് അകത്തോട്ടൊക്കെ വന്നതിന് ശേഷം അവരിങ്ങനെ ടോയ്സൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ നേരത്തെ വന്നത് കൊണ്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് അവിടുത്തെ ക്യാപ്ചേഴ്സൊക്കെ ഞാനൊന്ന് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എൻ്റെ ഡ്രസ്സ് ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, പക്ഷേ ഇത് ആദ്യം ഫസ്റ്റ് ടൈം ഇടുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു. ഡ്രസ്സും നല്ല ഒരു എന്താ പറയുക, നല്ല ഭയങ്കര ബോഡിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് കേട്ടോ. എനിക്കും മക്കൾക്കും ഉണ്ട്. ഏട്ടൻ നേരത്തെയൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിതാ ഇനിയിപ്പോൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് എന്താ പറയുക, അവിടുത്തെ ആ ഒരു കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തൊക്കെ കയറി. അപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കുകയാണ് കേട്ടോ. എടുക്കുന്ന ആ ഒരു സീനാണ് ഈ കാണുന്നത്.
അപ്പോൾ ഇതാ നമ്മുടെ ഫുഡൊക്കെ വരാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. ഫുഡെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഹെവി സാധനമൊന്നും അല്ല കേട്ടോ. ഒരു സാൻഡ്വിച്ചും പിന്നെ ജ്യൂസും ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ചെറുതായിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. ഞാൻ അവൻ്റെ അടുത്ത് ഹാപ്പി ആയിട്ട് ഇടാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സാൻഡ്വിച്ച് വന്നു. നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ചാണ് കേട്ടോ. ചിക്കൻ സാൻഡ്വിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ പറഞ്ഞത് വന്നു. പിന്നെ ഒരു പാക്ക്ഡ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പാക്കിൽ ഇരിക്കുന്ന ഒരു പാക്കറ്റിലിരുന്നത്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാനത് പതുക്കെ ഇങ്ങനെ തുറക്കുകയാണ്. നല്ല കവറൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തുറക്കുകയാണേ. തുറന്നിട്ട് അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളാണ്. ഈ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു പാക്കറ്റിൽ ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഫ്രൈഡ് അല്ല, പക്ഷെ അല്ലാത്തൊരു സംഭവം. പിന്നെ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൻ്റെ ഒരു ബാർ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ കഴിക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ ഒരു പോമോഗ്രാനൈറ്റ് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം, ഒരു കോമഡി എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്നൊക്കെ കുറച്ചേ കഴിച്ചുള്ളൂ, ബാക്കിയൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. എല്ലാം കൂടെ കഴിക്കാനുള്ള ആ ഒരു ആംബിയൻസ് ഇല്ലായിരുന്നു. ആംബിയൻസ് അല്ല, കപ്പാസിറ്റി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അയ്യോ സൂപ്പറായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇത്. കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറ്റുന്ന തരത്തിൽ ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. കാരണം എനിക്ക് അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി പോകുന്നത് റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് സംസാരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ റൂമിൻ്റെ കാര്യമൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ റൂമിലോട്ട് വന്നു കേട്ടോ. നമ്മൾ 2 റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 റൂമാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ആ റൂം കേട്ടോ. അപ്പം റൂമൊക്കെ തരക്കേടില്ലായിരുന്നു, വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റൂമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 302ഉം പിന്നെ വേറൊരു 306ഉം ആണ് കേട്ടോ നമ്മൾക്ക് കിട്ടിയത്. അപ്പം നമ്മൾ റൂമിലോട്ടൊക്കെ ഇരുന്നു. അതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നാളെയാണ് അബാക്കസിൻ്റെ എക്സാം ഉള്ളത് കേട്ടോ. അപ്പം നാളെ ഫുൾ അബാക്കസിൻ്റെ പിറകെ ആയിരിക്കും. കാരണം അവരുടെ ഒരാൾക്ക് രാവിലെയാണ് എക്സാം, ഒരാൾക്ക് ഉച്ചയ്ക്കാണ് എക്സാം. അപ്പോൾ അതനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇളയാൾ വന്ന ഉടനെ തന്നെ അവിടെയുള്ള മിനറൽ വാട്ടറൊക്കെ എടുത്ത് കുടിച്ച് തപ്പി പറക്കിയൊക്കെ എടുക്കുകയാണ്. എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊക്കെ എടുക്കുകയാണ്. കോഫി പൗഡർ ഉണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ വ്യൂ ഇതൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനത്തെ മെമ്മറീസൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമൊക്കെ സൂപ്പർ റൂമായിരുന്നു കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു.
എന്തായാലും നല്ലൊരു ഉറക്കം ഉറങ്ങി. അമ്മേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉറങ്ങിയപ്പം ക്ഷീണമൊക്കെ അങ്ങ് മാറി. അപ്പുറത്തെ റൂമിൽ ഏട്ടനും മോനും കൂടെ മൂത്ത ആളും കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ വിചാരിച്ചു അവരവിടെ പ്രാക്ടീസ് ചെയ്യട്ടെ. അപ്പം ഞങ്ങൾ ഈ റൂമിലോട്ട് വന്നു. എനിക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? ആ ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അവനവിടെ ചെയ്യട്ടെ എന്നിട്ട്. ഓക്കെ. പിന്നെ ചായ ഒന്നും കുടിച്ചില്ല. നമ്മളിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയ സ്ഥലം വെജാണ്. അപ്പം അവിടെ വേണമെങ്കിൽ നമുക്ക് പോയി. അതിന് കോഫി നീ കുടിക്കൂലല്ലോ? അയ്യോ എടാ, ചായ എനിക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടേസ്റ്റ് ഒന്നും കാണില്ല ആ പൊടിയൊക്കെ വാരിയിട്ടിട്ട്. എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പൊടി വാരി ഇട്ടിട്ട് ചായ ഉണ്ടാക്കണത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം. ഇവിടെ ഇരിക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റോ ഒക്കെ ഉള്ളൂ. അതിൽ എങ്ങനെയാണ് ഈ 4 പേർക്കും കൂടെ ചായ ഉണ്ടാക്കുന്നത് എനിക്കറിഞ്ഞൂടാ. കോഫി ആണെങ്കിൽ നിച്ചുവിന് ഇഷ്ടമില്ല കോഫി. നിച്ചു കോഫി കുടിക്കൂല. അതാണ് വേറൊരു കോമഡി. അപ്പം നമ്മൾ കഴിക്കാൻ പോയത് എവിടെയാണ്? തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഭയങ്കര ഇതൊന്നുമില്ല. പിന്നെ നമുക്ക് തൽക്കാലം ഫുഡ് കഴിച്ച് ഇങ്ങനെ വയറ് നിറയ്ക്കണ്ടേ എന്നുള്ളൊരു കഴിക്കാം. അപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ വിചാരിച്ച് ചായ കുടിക്കാൻ പോകണ്ട. അതുകൊണ്ട് ഇന്നത്തെ ചായയൊക്കെ ക്യാൻസലായി. സാധാരണ 4 മണിക്കൊക്കെ ചായ കുടിക്കുന്നതാണ്. ചായ കുടിയൊന്നുമില്ല. അങ്ങനെ. അപ്പോൾ നമ്മുടെ രാത്രി ഫുഡ് ഇതാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു വലിയ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ ഇതാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിനി കഴിക്കാനുള്ള തിരക്കാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. വന്നതിന് ശേഷം പിന്നെ നമ്മൾ ആ വെള്ളമൊക്കെ കുടിച്ചതേ ഉള്ളൂ, അല്ല വേറൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ആയിരുന്നു കേട്ടോ. ദോശ, ഇഡ്ഡലി, ചമ്മന്തി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കഴിച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ഒന്ന് കറങ്ങാനായിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അബാക്കസിൻ്റെ ആ ഒരു എക്സാം ആ ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടില്ല. കാരണം അകത്ത് നമ്മൾ അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് വേറെ വ്ളോഗായിട്ടൊന്നും ഞാൻ എടുത്തില്ല. പകരം ഞാൻ ഇപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അവിടേക്ക് ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനും നമ്മൾ അവിടെ നിന്ന് ഊബർ വിളിച്ചതിന് ശേഷം പിന്നെ അവർ നമ്മളെവിടെയാണോ പറയുന്നത് അവിടെ കൊണ്ടെത്തിക്കും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഊബർ വിളിച്ചിട്ടുണ്ട്, വന്നു. ഇനി നമ്മൾ നേരെ ഓരോ സ്ഥലം വരെ ദാസനും വിജയനും കണ്ടുമുട്ടിയ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ അവർ ഈ കോഡൊക്കെ പറയുമല്ലോ, ആ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പം നേരെ പോകാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം ഇതാണ് കേട്ടോ. അത് ഏതോ ഒരു സിനിമ, ആ സിനിമയുടെ സ്പോട്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്, ചെന്നൈയിൽ. ആ പട്ടണ പ്രവേശം കേട്ടോ. ഇത് തന്നെ അല്ലേ? എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും. കയറാൻ പറ്റൂലേ? അയ്യോ.